ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അധികം വലിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാറില്ല. എല്ലാം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. അപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ എന്താ പറയുക, കുറച്ച് കെയർ ചെയ്യുക, നമുക്ക് അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കാറ്. ബാക്കി അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ അത് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ കഴിക്കണ ഫുഡും അതുപോലെ തന്നെ ഞാൻ ചെയ്യണ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാവേ. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുകയാണ്. അപ്പം ഇന്ന് ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് ചേച്ചിയുടെ മോള് അങ്കിത കേട്ടോ. ഇന്നലെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ളത്, രാവിലെ എടുക്കാൻ തുടങ്ങണം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ആൾ വീട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് വീഡിയോ എടുക്കുന്നില്ലേ ചോദിച്ചിട്ട്. അപ്പോൾ രാത്രി ഉറക്കപ്പോൾ അങ്ങനെ ശരിയാവാറില്ല. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഈ ലാസ്റ്റ് സമയമായി 9ാമത്തെ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഉറക്കം കുറയും തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും ഇപ്പോൾ ഭയങ്കര ഉറക്കം കുറവാണ്. അപ്പോൾ എഴുന്നേൽക്കാനും വൈകിട്ടുണ്ടായിരുന്നു, 7:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം ഒന്ന് വെയിലൊക്കെ തന്നെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കുറച്ച് വെയിലൊക്കെ കൊള്ളാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് കഴിക്കുന്ന ഉലുവക്കഞ്ഞിയാണ്. ഇപ്പോൾ കർക്കിടക മാസവും ആണ്. പിന്നെ അതുപോലെ തന്നെ രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. ഉലുവക്കഞ്ഞി എന്ന് പറയുമ്പോൾ ഉലുവയും ചെറുപയറും അതുപോലെ തന്നെ ഗോതമ്പ് നുറുക്കും കൂടി ഇട്ടിട്ടുള്ള കഞ്ഞി. അല്ലെങ്കിൽ ഗോതമ്പ് നുറുക്ക് പിന്നെ അങ്ങനെ കഴിക്കാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഉപ്മാവ് ഉണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ അധികം കഴിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ചെറുപയർ അധികം ഇട്ടിട്ട് കഴിക്കും. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് ചെറുപയറൊക്കെ അധികം കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ കുറച്ച് ചെറുപയർ അധികം ഇട്ടിട്ട് കഴിക്കും. തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഈ കഞ്ഞി അപ്പോൾ അമ്മ വെച്ചു കേട്ടോ, കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാവിലെ കുറച്ച് ചായ എടുത്ത് ഞാൻ ചായ എടുത്തിട്ട് രാവിലെ കുറച്ച് ഇളം വെയിൽ കൊള്ളാനായിട്ട് നടക്കുകയാണ് ചെയ്യുക രാവിലെ. അപ്പോൾ കുറച്ച് നേരം നടക്കും. ഒരു ഇളം വെയിലൊന്ന് നല്ല വെയിലാവുന്ന വരെ കുറച്ച് നേരം ചായ കുടിച്ചിട്ട് അങ്ങനെ നടക്കും. അല്ലെങ്കിൽ കസേര ഇട്ടിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണ് ചെയ്യുക. പിന്നെ നടക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണല്ലോ. അപ്പോൾ മാക്സിമം നടക്കാൻ നോക്കാറുണ്ട്. പിന്നെ മടുക്കുമ്പോൾ കുറച്ച് നേരം പോയി ഇരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ രാവിലത്തെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ രാവിലെ വേറെ പരിപാടിയൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇതിന് കഴിക്കാനുള്ളത് അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ ആവുന്ന സമയത്ത് പോയി കഴിക്കുകയാണ് ചെയ്യുക. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത സമയത്ത് കുറച്ചിങ്ങനെ സ്പീഡ് കൂട്ടി നോക്കിയപ്പോൾ ഞാൻ നടക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ചിരി വരും കേട്ടോ. ശരിക്കും താറാവ് നടക്കണ പോലെ തോന്നുക. അതിപ്പോൾ വയറും കൂടെ ആയപ്പോൾ നമ്മൾ പണ്ടത്തെ നടത്തുന്നില്ലല്ലോ. ഇപ്പോൾ നടത്തിനൊക്കെ ഭയങ്കര മാറ്റം വന്നില്ല. എനിക്കിത് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുമായിരുന്നു. അപ്പം അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്പീഡ് കൂട്ടി ഇട്ടതാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറേ നേരം നടന്നതിന് ശേഷം പിന്നെ ഞാൻ കഞ്ഞി കഴിക്കാനായിട്ട് വന്നപ്പോൾ കഞ്ഞി കഴിക്കാൻ വന്ന സമയത്ത് ഹോക്കിയുടെ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും ഉണ്ണിയേട്ടനും കൂടെ ഹോക്കിയുടെ ഫൈനൽ കാണുമായിരുന്നു. പിന്നെ അമ്മ അടിച്ചു വാരൽ രാവിലത്തെ അങ്ങനത്തെ പരിപാടികളൊക്കെ അമ്മ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മുടെ കഞ്ഞി ആയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് തോരനാണ്. എല്ലാം ഹെൽത്തി ആയിട്ടുള്ളതാണ് രാവിലെ കഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ റാഗി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റാഗി വാങ്ങി വെച്ചിട്ടുണ്ട്, പച്ച റാഗി. ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത്. പാലും അതുപോലെ തന്നെ നമ്മുടെ നെയ്യും കൂടി ചേർത്തിട്ട് റാഗി കഴിക്കുകയാണ് ചെയ്യുക രാവിലെ. അല്ലെങ്കിൽ ഇപ്പോൾ കഞ്ഞി ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് കഞ്ഞിയാണ്, അല്ലെങ്കിൽ റാഗി. പിന്നെ നമുക്ക് ഈ ശതാവരി എന്ന് പറഞ്ഞൊരു വേരുണ്ട് കേട്ടോ. അത് നല്ലതാണ് ഗർഭിണികൾ കഴിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഞാൻ ആ ശതാവരി കഴിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആട്ടുംപാൽ കിട്ടും കേട്ടോ വല്യമ്മയുടെ അടുത്തുനിന്ന്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ കഴിക്കണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആട്ടുംപാലിലാണ് റാഗി കഴിക്കുക. അല്ലെങ്കിൽ ഇപ്പം ശതാവരി ഉള്ളതുകൊണ്ട് അത് ഇട്ടിട്ടാട്ടോ കഴിക്കുക. അപ്പം എന്തായാലും നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നമ്മളിപ്പോൾ ഉലുവയും അതുപോലെ തന്നെ ചെറുപയറും ഗോതമ്പും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കഞ്ഞി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റ് തോരനും. അപ്പോൾ ക്യാരറ്റ് തോരൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ ഇപ്പോഴല്ല, നമ്മുടെ ഈ ഒരു കർക്കിടക മാസം ഈ സമയത്തല്ല, ഇതിന് മുന്നേ തന്നെ കഞ്ഞി മിക്കവാറും കഞ്ഞിയായിരുന്നു. വീട്ടിലായിരുന്നു, ഇവിടെ ആയിരുന്ന സമയത്ത് വലിയമ്മ എന്നും കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു. ഗോതമ്പ് കഞ്ഞി ചെറുപയറൊക്കെ ഇട്ടിട്ട് കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ കുറച്ച് എനിക്ക് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ മിക്കവാറും ഞാൻ രാവിലെ അങ്ങനെ കഞ്ഞി കഴിക്കാറുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കഞ്ഞിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒരു പലഹാരം അത് കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും കഴിക്കുമായിരുന്നു. കുറേശ്ശായിട്ട് അങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും കഞ്ഞി അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് കഞ്ഞി ഇഷ്ടമാണ്. ഗോതമ്പ് കഞ്ഞി കഴിക്കുകയാണ്. വേറെ ഗോതമ്പ് അങ്ങനെ വേറെ എന്താക്കി കഴിക്കണേക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ കഞ്ഞി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചപ്പാത്തി അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഫൈനൽ നമ്മൾ ജയിച്ചു. അപ്പോൾ അത് ഞാൻ TV യിൽ കാണിക്കുന്നത് ഞാൻ എടുത്താട്ടോ. അപ്പോൾ രാവിലെ ചേച്ചിയുടെ മോള് വന്നതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാനായിട്ട് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് പോയപ്പോൾ നാണം വന്നു കേട്ടോ.
പിന്നെ നമ്മുടെ വേറെ ചേച്ചിയുടെ മോളും വന്നിട്ടുണ്ട്. ആത്മീകയും അങ്കീതയും രണ്ടുപേരാട്ടോ. അപ്പം കുഞ്ഞും രാവിലെ കഞ്ഞി കഴിക്കുകയാണ്. അപ്പോൾ കഞ്ഞിയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഒന്ന് കുറച്ച് എണ്ണ തേച്ച് നല്ലപോലെ കുളിക്കാമെന്ന് വെച്ചപ്പോൾ ഹോട്ട് ഓയിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഒരു ഗ്ലാസ് ബൗളിലായിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് ഈ വെള്ളം ചൂടാക്കിയ ശേഷം ആ ചൂടുവെള്ളത്തിലോട്ട് ഈ എണ്ണ ഇറക്കി വെച്ചൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുകയാണ് എണ്ണ. അപ്പോൾ ഒന്ന് ചൂട് എണ്ണ നമ്മുടെ ഹെയറിൽ തേക്കുകയാണെങ്കിൽ ഡാൻഡ്രഫൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം കുറച്ചിങ്ങനെ ഡാൻഡ്രഫ് കൂടിയിട്ട് നമ്മൾ ഈ ഹെയർ പാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഹെയർ അധികം അങ്ങനെ കെയർ ചെയ്യാറില്ല. അപ്പോൾ ഒന്നാമത് എൻ്റെ മുടിയിൽ അങ്ങനെ ഡാൻഡ്രഫ് അങ്ങനെ പോവാത്തൊരു ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാവുന്ന ടൈപ്പ് ഹെയറാണ് എൻ്റെ. അപ്പോൾ ഞാൻ ഹോട്ട് ഓയിൽ വെച്ചൊന്ന് മസാജ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുറച്ച് ഉലുവ അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഹെയർ പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് ഒരുവിധം ഡാൻഡ്രഫൊക്കെ പോകും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഒട്ടും ചെയ്യാതെ വരുമ്പോൾ ഡാൻഡ്രഫ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഹോട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു വാവിൻ്റെ ഒരു ഹെയർ ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രഷ് നല്ല കേട്ടോ. ഡാൻഡ്രഫ് ഇളകാൻ അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ. പിന്നെ നമ്മൾ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യണ സമയത്ത് നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ നമ്മുടെ സ്കാൽപ്പൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. വെറ്റ് ഹെയർ ആകുമ്പോൾ മുടി പൊട്ടാണ്ട് ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികളെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. മിക്കവാറും എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കൂടെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ എടുക്കും കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും എപ്പോഴും മിക്കവാറും കൂടെ ഉണ്ടാവും. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബഹളമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പിന്നെ അടുത്ത് അങ്ങനെ അധികം നിർത്താറില്ല. പിന്നെ അല്ലാത്ത സമയത്തൊക്കെ എപ്പോഴും അങ്ങനെ കൂടെ ഉണ്ടാവും കേട്ടോ. ഞാൻ എന്താ ചെയ്യണതൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഒന്ന് ഹെയറൊക്കെ ഫുള്ളൊന്ന് മസാജ് ചെയ്തു. ഇനി കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഹെയർ വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ എണ്ണ വെച്ചിട്ട് കുറച്ച് നേരം ഇനിയിപ്പോൾ ഒന്ന് മുടിയിലോട്ട് സ്കാൽപ്പിലോട്ടൊക്കെ എണ്ണ പിടിക്കാനായിട്ട് കുറച്ച് നേരം ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയം വീഡിയോ എഡിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും കുറേ നേരം ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യില്ല. എനിക്ക് സമയം കിട്ടുന്ന പോലെ കുറേശ്ശെയായിട്ട് എഡിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ കുറേ നേരം ഇരുന്ന കാലൊക്കെ നീര് വരെ അതുപോലെ തന്നെ ഭയങ്കര നടുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കിട്ടുന്ന പോലെ എഡിറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ആമസോൺ ഹോൾ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ട്. അപ്പോൾ നമുക്കിന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഷാമ്പൂ ഇത് സാത്വ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു ഷാമ്പൂ ആണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ബയോട്ടിൻ കൊളാജൻ ഷാമ്പൂ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അവഗാഡോ ഓയിൽ, അത് നേറ്റിൽ എക്സ്ട്രാക്റ്റ്, അതുപോലെ തന്നെ സോപ്പ്, പാൽമെറ്റോ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ ഒരു ഷാമ്പൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഈ DHT ബ്ലോക്കേഴ്സ് ഉണ്ട്. ഈ DHT ബ്ലോക്കേഴ്സ് എന്താണെന്ന്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണേ, ഈ മുടി ഒഴിച്ചിലൊക്കെ തടയുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ ഇത് 200 ml ആണ് ഈ ഒരു ഇതിലുള്ളത് 200. അപ്പോൾ ഈ ഒരു ഷാമ്പു ബയോട്ടിൻ കൊളാജൻ ഷാമ്പു ആണ്. അപ്പോൾ ഈ ബയോട്ടിനും കൊളാജനും നമ്മുടെ കുഞ്ഞു ഹെയർസിലൊക്കെ പ്രോട്ടീൻ അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർസ് നല്ല വോളിയമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഈ ബയോട്ടിനും കൊളാജനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ അപ്പോൾ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഷാമ്പൂവിൽ DHT ബ്ലോക്കേഴ്സ് ഉണ്ട്. DHT ബ്ലോക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. നമ്മുടെ മുടി കൊഴിച്ചിലിനായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ DHT ബ്ലോക്കേഴ്സ് ആണ് ഒരു റിസർച്ചിൽ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ DHT ബ്ലോക്കേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷാമ്പു ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് സോപ്പ്, പാൽമെറ്റോ, എക്സ്ട്രാക്ട്സും അതുപോലെ തന്നെ നേറ്റിൽ റൂട്ട് എക്സ്ട്രാക്ട്സും അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു DHT ബ്ലോക്കേഴ്സ് നമ്മുടെ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നുണ്ടോ പറയുന്നത്. പിന്നെ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാമ്പൂ ആണ്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ പാരബനും സൾഫേറ്റൊന്നും ഇല്ല. അതുപോലെ തന്നെ മെൻസിനായാലും വുമൻസിനൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷാമ്പൂ ആണ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിപ്പം വീട്ടിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷാമ്പൂ ആണ്. പിന്നെ കെമിക്കൽസ് കുറവാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അവഗാഡോ ഓയിൽ, അതുപോലെ ആർഗൻ ഓയിൽ, പിന്നെ ബയോട്ടിൻ, കെരാറ്റിൻ, അങ്ങനെ കുറച്ച് ജോജോബ ഓയിൽ, അങ്ങനെ കുറച്ച് ഇതുണ്ട് കേട്ടോ. നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ മാറാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും നമ്മുടെ ഈ ഒരു ഷാമ്പൂവിലുണ്ട്. അതുപോലെ തന്നെ ബയോട്ടിൻ നമ്മുടെ ഈ ഒരു മുടിക്കും അതുപോലെ തന്നെ നഖത്തിനും ഹെയറിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഈ മുടി വളരാനും അതുപോലെ തന്നെ നഖത്തിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ബയോട്ടിൻ നല്ലതാണ്. അപ്പോൾ ഈ ബയോട്ടിനും നമ്മുടെ ഈ ഒരു ഷാമ്പൂവിലുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ഷാമ്പു എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ നോർമലായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യണ പോലെ തന്നെ കുറച്ച് ഷാമ്പു എടുക്കുക. നമ്മുടെ മുടിക്കനുസരിച്ച് ഷാമ്പു എടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ
വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിലായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഈ ഒരു ഹെയർ ബ്രഷും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷും കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ സ്കാൽപ്പിലോട്ട് നല്ലപോലെ ഒന്ന് ഷാമ്പൂ ഇട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ഷാമ്പൂ വേണമെന്നുണ്ടെങ്കിൽ ലിങ്കിലൂടെ കയറി വാങ്ങിക്കുക. അതുപോലെ തന്നെ ബ്രഷിൻ്റെ ലിങ്കും കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പയ്യെ മസാജ് ചെയ്യുന്ന സമയത്ത് വെറ്റായിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ നമ്മൾ അധികമായിട്ട് അങ്ങോട്ട് നമ്മുടെ മുടിയിലിട്ട് ഈ ബ്രഷ് വെച്ച് ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മയത്തിലൊക്കെ വേണം നമ്മൾ ഈ ഒരു ഷാമ്പൂ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലായിട്ടുള്ള വാട്ടറിലൊന്ന് വാഷ് ചെയ്ത് കളയാം. നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം ഒന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. നല്ല ഡ്രൈ ആണ് കേട്ടോ സ്കിന്ന്. ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആണ്. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഡ്രൈ ആണ്. അപ്പോൾ ഒന്ന് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സിറമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഫേസിൽ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സിറം സ്കോൻ്റെ ഈ ഒരു സിറം കേട്ടോ. അപ്പോൾ അത് എൻ്റെ കൂടുതൽ റിവ്യൂ പഠിത്തം തന്നെ ചിലപ്പോൾ വീഡിയോയ്ക്ക് മുന്നിട്ടുണ്ടാവും, ചിലപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ സിറം ഇത് കുറച്ച് കയ്യിലായിട്ട് എടുത്ത് ഡ്രോപ്പായിട്ടാണുള്ളത്. ഫേസിലോട് ഡയറക്റ്റായിട്ട് വേണമെങ്കിലും അതാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കയ്യിലെടുത്തതിന് ശേഷം ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് വാങ്ങി ജസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഹോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഹോൾ വീഡിയോ ചിലപ്പോൾ ഈ വീഡിയോയുടെ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ലിപ് ബാം ബയോട്ടിക്കിൻ്റെ ലിപ് ബാമാണ്. ചുണ്ട് ഭയങ്കര ഡാർക്കാണ്. ലിപ് ബാം അപ്ലൈ ചെയ്തു. പിന്നെ മോയ്സ്ചറൈസർ ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ചില മോയ്സ്ചറൈസർ ചിലപ്പോൾ ഞാൻ മാറ്റി അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട്. പുതിയ ഏതെങ്കിലും ബ്രാൻഡൊക്കെ കിട്ടുന്ന സമയത്ത്, പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് ബ്രാൻഡിൻ്റെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പോൾ ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ല മോയ്സ്ചറൈസറാണ്. നല്ല നമ്മുടെ സ്കിൻ നല്ലപോലെ മോയ്സ്ചറായിട്ട് നിൽക്കുകയും ചെയ്യും. ഒത്തിരി നേരം മോയ്സ്ചറായിട്ട് നിൽക്കും. പിന്നെ ഒരു കാജൽ മിക്കവാറും നേരത്തെ കുളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു കൺമഷി കാജൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ഒരു ചേച്ചി അയച്ചു തന്നായിരുന്നു കേട്ടോ. ആയുർവേദ ഡോക്ടറാണ് ചേച്ചി. അപ്പോൾ ഈ ചേച്ചിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ ചാനലിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചി വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് അയച്ചു തരുന്ന കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നല്ലതാണ്. പക്ഷെ അധികം അങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യൊന്നുമില്ല. കണ്ണിന് വേണ്ടിയിട്ട് നല്ലതാണ്. കണ്ണിനൊരു തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇപ്പോൾ വലിയ ആൾക്കാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കാജല്. വേദാത്മിക എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് ചേച്ചിക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചെടുത്തിട്ടൊന്ന് കണ്ണിൽ അപ്ലൈ ചെയ്യാം. ചില ദിവസം അങ്ങനെ കണ്ണൊക്കെ എഴുതാൻ തോന്നും, ചില ദിവസം ഒന്നും തോന്നാറില്ല. കുളിച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ഇടാൻ തന്നെ മടിയായിരിക്കും. ചില ദിവസം കണ്ണും എഴുതി പൊട്ടൊക്കെ തൊടാൻ തോന്നിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അത്യാവശ്യം വിശക്കുന്നുണ്ട്. പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ. മുടി ഉണങ്ങാൻ എന്തായാലും കുറച്ച് നേരം എടുക്കും. ഒന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് തോർത്തിലോട്ട് കുറച്ച് അതിന് ശേഷം എനിക്ക് സിറവും കൂടെ ഹെയറിൽ കുറച്ച് സിറവും കൂടെ അപ്ലൈ ചെയ്യണം. നമ്മൾ ഇത്രയും ഷാമ്പൂ ഒക്കെ ഇട്ടല്ലേ, അപ്പോൾ കുറച്ച് കുറച്ച് അത്ര ഡ്രൈ ആവാതിരിക്കാൻ, നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഹെയർ സിറവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണം. ഇച്ചിരി കഴിഞ്ഞിട്ടുള്ളൂ. അതിന് മുന്നേ ഫുഡ് കഴിക്കണം. ഭയങ്കര വിശപ്പ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കറി കൊഞ്ച് തീയലുണ്ട്, അതുപോലെ തന്നെ സാമ്പാർ, പിന്നെ അച്ചാർ, പിന്നെ നമ്മുടെ രാവിലത്തെ തോരനുമാണ് ഇന്നത്തെ കറി കേട്ടോ. അപ്പോൾ ഈ കൊഞ്ചാണോ ചെമ്മീനാണോ എന്ന് അറിയില്ല. നമ്മുടെ ഇവിടെ എപ്പോഴും അങ്ങനെ പച്ച വരാറില്ല, വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ. അപ്പോൾ എന്തായാലും അത് തീയൽ വെച്ചു. യൂട്യൂബൊക്കെ നോക്കിയിട്ടാട്ടോ വെച്ചത്. ഇവിടെ അങ്ങനെ കൊഞ്ച് കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. റോസ്റ്റ് പിന്നെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, തീയലായിട്ട് ഇപ്പം അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ യൂട്യൂബൊക്കെ നോക്കി ചെയ്താണ് കേട്ടോ. പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ കഷ്ണങ്ങൾ കൂടുതലായിട്ട് എടുത്തിട്ടാണ് ചോറ് കഴിക്കുന്നത്. എനിക്ക് കഷ്ണങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് പിന്നെ കഷ്ണങ്ങൾ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരം അവർക്ക് വാരി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. പിന്നെ എന്താ പറയുക, അവർ ഇരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. ഇപ്പോൾ വാരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുന്ന സമയത്ത് വാരി കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ അമ്മയായിരിക്കും വാരി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നേരം അതിലേക്ക് നടന്നു. കുട്ടികളുണ്ടായിരുന്നു, അവർ കുറച്ച് നേരം നടന്നു. പിന്നെ പച്ചക്കറി വേണ്ടി വന്നു. അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങി. അപ്പോൾ ഇപ്പോൾ ഒരു നടുവൊക്കെ വേദനയ്ക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊരു അരമണിക്കൂർ കിടന്നിട്ട് ഇനി
ബാക്കി വീഡിയോ. അപ്പോൾ നമ്മൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ സമയം അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് നല്ലത്. പിന്നെ അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരവും രാത്രി എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്നതിന് ശേഷം അനക്കൊക്കെ നോക്കിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ശതാവരിയും അതുപോലെ തന്നെ ആട്ടുംപാലൊക്കെ ഒന്ന് കഴിക്കണം. ഞാൻ സാധാരണ രാവിലെ കഴിക്കുന്ന കേട്ടോ, രാവിലെ തന്നെ കഴിക്കാൻ മാക്സിമം നോക്കാറുണ്ട്. പിന്നെ വെറും വയറ്റിൽ കഴിക്കാൻ വേണ്ടി നമുക്ക് പാല് നേരത്തെ തന്നെ കിട്ടുവാണെങ്കിൽ രാവിലെ തന്നെ അങ്ങനെ കഴിക്കും. അല്ലെങ്കിൽ പിന്നെ കിട്ടണ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുന്നത്. ഈ സമയത്ത് ഇന്നിപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിനും ഇതിനൊക്കെ പോയതുകൊണ്ട് അതിന് സമയം കിട്ടിയില്ല. പിന്നെ വെറും വയറ്റിൽ എപ്പോഴും റാഗിക്കൂള് കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലോട്ട് നല്ലപോലെ അബ്സോർബ് ചെയ്യുമല്ലോ. റാഗിക്കൂളും ആട്ടുംപാലും അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ, കൽക്കൊണ്ടൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഇപ്പോൾ റാഗി കുറുക്കാക്കിയിട്ട് അത് പാലും കൂടി ചേർത്ത് കുറുക്കാക്കിയിട്ട് എടുക്കും കേട്ടോ ആട്ടുംപാല്. പിന്നെ ഈ ശതാവരി അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. നമുക്ക് ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ പാലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് പറമ്പിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുത്തു. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് സംഭവം. അപ്പോൾ അത് പറിച്ചെടുത്തിട്ട് ഒരു 3-4 ഇട്ടിട്ട് ആട്ടുംപാലിൽ അത് അരച്ചതിൻ്റെ അതിൻ്റെ ചാറെടുക്കും. എന്നിട്ട് ആട്ടുംപാലിൽ അത് കുടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം അതിനൊരു മണമുണ്ട്. എങ്ങനെ എന്താ മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചക്കടലയൊക്കെ നിലക്കടലയുടെ പച്ചക്കടലയുടെ ഒരു മണമാണ്. അപ്പം അത് ഞാൻ തണുപ്പിച്ചിട്ട് പെട്ടെന്ന് കുടിക്കുകയും ചെയ്യും. എനിക്കത് നമ്മൾ ഡെയിലി കുടിച്ചാൽ മടുത്തു അങ്ങനെ. അപ്പോൾ അങ്ങനെ കുടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. അപ്പം എന്തായാലും ഞാനിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനി ബാക്കി വീട്ടിൽ ആട്ടുംപാലിൽ ശതാവരി ഇട്ടിട്ട് അതൊന്ന് കാച്ചി കുടിക്കാൻ പോകണം. അപ്പോൾ ശതാവരി ഇതിനകത്ത് വേരാട്ടോ. അത് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. അപ്പൊ ഇതിന്റെ ശരിക്കും ശതാവരി തന്നെയാണ് തോന്നുന്നത് ഇതിനെ പറയുന്നത്. ഇതിന്റെ വേറെ ഡീറ്റെയിൽസ് ഒന്നും അധികമായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഇതിന്റെ ഉള്ളിലൊരു വേരുണ്ട്. ജസ്റ്റ് പൊടിച്ചെടുത്തിട്ട് ഉള്ളിലത്തെ ഒരു നാര് പോലെ ഒരു ഇതുണ്ട് ഉള്ളിൽ, അതേപോലെ കപ്പയുടെ ഉള്ളിലുള്ള പോലെ. അപ്പൊ ആ വേര് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സിയിൽ ആക്കിയിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതാട്ടോ ശതാവരിയുടെ കിഴങ്ങ്. അപ്പോൾ ഈ കിഴങ്ങ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ പാലിൽ കാച്ചി കുടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കിഴങ്ങ് ചിലപ്പോൾ നല്ല വലിപ്പം ഉണ്ടാവും. ഇപ്പോൾ ഇത് കിട്ടിയത് വലിപ്പം കുറവുള്ള കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു നീര് മാത്രമായിട്ട് എടുക്കുകയാണ്. അതിന് നമ്മൾ വെറുതെ വേണമെന്നുണ്ടെങ്കിൽ ചൂടാക്കി കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പാലിലായിട്ടാണെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ ആട്ടുംപാൽ എടുത്തിട്ട് അതിലാണ് കഴിക്കുന്നത്. പിന്നെ നമുക്ക് ഈ നമ്മുടെ ഈ ശതാവരി നമ്മൾ പീരീഡ്സ് റെഗുലർ അല്ലെങ്കിൽ അപ്പോഴും കഴിക്കും. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കഴിക്കുന്നത് നല്ലതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ശതാവരി അത് ചൂടാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് റാഗി പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം ഉണ്ടാക്കും, അവർക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കും കേട്ടോ. അവർക്ക് റാഗി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. റാഗി പൊടിയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതിങ്ങനെ അരച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കഴിക്കും. അതിൽ കുറച്ച് നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു ടേസ്റ്റും കൂടും കേട്ടോ. നെയ്യും അതുപോലെ തന്നെ കൽക്കണ്ടവും ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കുള്ളൂ, ഒരു ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ചായയും എനിക്ക് ഈ ശതാവരിയുടെ പാലും അതുപോലെ തന്നെ പിന്നെ ഈ റാഗി കുറുക്കും കേട്ടോ. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഇനി വൈകുന്നേരം കൂടെ കുറച്ച് നേരം ഒന്ന് നടക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇളം വെയിലും അതുപോലെ തന്നെ നടക്കുന്ന സമയത്ത് വൈകുന്നേരം നടക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ആകെ നടക്കുന്നത് വൈകുന്നേര സമയത്താണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം നടക്കാൻ പോകാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു വല്ലാണ്ട് ബുദ്ധിമുട്ട് തോന്നില്ല കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം നടക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ വയറ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഒരു ഗ്ലാസ് പാലോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ശതാവരിയുടെ ആ നീരെല്ലാം കൂടി എടുത്തിട്ട് വെച്ചപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് പാലോളം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ മണം അത്ര ഇഷ്ടമല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചക്കടലയുടെ മണം കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എന്നൊന്നും കുടിക്കാൻ തുടങ്ങിയപ്പോൾ മണം അത്ര ഇഷ്ടമല്ല. പിന്നെ റാഗി കുറുക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ മിക്കവാറും ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ അവർക്കും ഒരു പാത്രത്തിൽ കൊടുത്ത് അവർ ചൂടാണ്. അപ്പോൾ ചൂടായിട്ട് അവരതിങ്ങനെ ഇളക്കിയിരിക്കും. ഞാനൊരു പരന്ന പാത്രത്തിലെടുത്ത് അവർക്ക് ചെറിയ പാത്രത്തിലാട്ടോ കൊടുത്തത്, കുഴിയുള്ളൊരു പാത്രം. അപ്പോൾ അത് പെട്ടെന്ന് തണുത്തില്ല. അവർ തണുപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ കുറേ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. കുറേ കളിയും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തില്ല, ഞാൻ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. എന്നും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ ഒരുമിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യുന്നത് നല്ലതെന്ന് പറയും. പിന്നെ കറക്റ്റ് എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാൻ അറിയാത്തതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തില്ല കേട്ടോ. കറക്റ്റ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് അങ്ങനെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ കണ്ടേക്കുന്ന വീഡിയോയിലുള്ളത് അത്ര കറക്റ്റാണോ എന്ന് അറിയില്ല. പിന്നെ 2-3 പേരുടെ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറിയുടെ ടൈമിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാവുമെന്ന് അങ്ങനെ പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് കേട്ടോ.
നമ്മൾ ഈവനിങ് വാക്കിങ്ങിലാണ്. അപ്പോൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒട്ടും പറ്റണില്ല നടക്കാനായിട്ട്, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട്, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഇത്തിരി ദൂരെ നടന്നുള്ളൂ. ഇപ്പോൾ പുറകിൽ വീട് കാണുന്നുണ്ടോ, അതാ വീട്. ഇച്ചിരി ദൂരെ നടന്നുള്ളൂ, പക്ഷേ ഒട്ടും നടക്കാൻ പറ്റത്തില്ല, ഭയങ്കര ക്ഷീണം തോന്നുന്നു. നേരെ പുറകിൽ മുകളിലായിട്ട് വല്യമ്മയുടെ വീടുണ്ട്. അവിടെ 2 വല്യമ്മമാരുടെ വീടാണ് അവിടെ. ഇവിടെ ഒരു വീട്ടിൽ താമസമില്ല, മുകളിലത്തെ വീട്ടിലുള്ള ആൾ. അവിടെ പോയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വരും. പക്ഷെ ഇന്ന് രക്ഷയില്ല, നടക്കാൻ പറ്റണില്ല. അപ്പം മിക്കവാറും ഞാൻ ദിവസം നടക്കാറുണ്ട്, മിക്കവാറും ദിവസം നടക്കാറുണ്ട്. അപ്പം നടക്കുന്ന ദിവസം ചിലപ്പോൾ കാലിങ്ങനെ ഒരു വേദന ഉണ്ടാവും കേട്ടോ. പിന്നെ ചില ദിവസം നമുക്ക് എന്തെങ്കിലും ഭയങ്കര വയറൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര വീർത്ത പോലെയൊക്കെ ഒരു ദഹനത്തിന് ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അന്നത്തെ ദിവസം നടന്നാൽ ഏകദേശം റെഡി ആവാറുണ്ട്. പിന്നെ ചില ദിവസം നടന്നു കഴിഞ്ഞ് വൈകുന്നേരം പോയാൽ കാലുവേദന ഉണ്ടാവാറുണ്ട്. എന്നാലും മാക്സിമം ദിവസം നടക്കാൻ നോക്കാറുണ്ട്. ചെറിയൊരു എക്സസൈസെങ്കിലും ബോഡിക്ക് കിട്ടണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ആകെ ചെയ്യുന്ന ഈ ഒരു നടത്തം മാത്രമേ ഉള്ളൂ ബോഡി അനങ്ങാനായിട്ട്. അപ്പം എന്തായാലും ഞാൻ കുറച്ച് നടന്നിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ നടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ടി വി കണ്ടിരുന്നു കേട്ടോ. പിന്നെ വിളക്കൊക്കെ വെക്കുക, സമയമൊക്കെ ആയിരുന്നു. ഞാൻ സമയത്തൊന്നും വീഡിയോ എടുത്തില്ല. ഇനി ബാക്കി നമ്മുടെ കുറച്ചുകൂടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ 2 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വീഡിയോയും കൂടെ എഡിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സ്ഥലം ഇവിടെ കേട്ടോ. അതൊരു കബോർഡിൻ്റെ ഉൾഭാഗത്തോട്ട് കയറി ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡോർ തുറന്നിട്ടിട്ട് അവിടെ ആട്ടോ ഇരിക്കുക. അപ്പോൾ എനിക്ക് കറക്റ്റ് എൻ്റെ ഹൈറ്റിന് കിട്ടും. എനിക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഷോൾഡർ പെയിൻ തുടങ്ങും, ഇങ്ങനെ കുനിഞ്ഞൊക്കെ ഇരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ രാത്രി ഇനി ഫോളിക് ആസിഡ് ഗുളികയുണ്ട്, അപ്പോൾ അതും കൂടെ കഴിച്ച് എന്നിട്ട് ഇനി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ ശരിക്കും മടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എല്ലാ സമയത്തും ക്യാമറയും കൂടെ എടുത്തുകൊണ്ട് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ, ടേക്ക് കെയർ.